വെൽക്കം ബാക്ക് ടു വിനുമാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരം മുതൽ നമ്മൾ ഡിന്നർ വരെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണാം. 2-3 പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി മോർണിംഗ് റുട്ടീൻ ചെയ്യുമോ ഈവനിങ് റുട്ടീൻ ചെയ്യുമോ എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒട്ടും ലേറ്റ് ആക്കണം, നമുക്ക് ഈവനിങ് റുട്ടീൻ അങ്ങ് ചെയ്ത് കളയാന്നുള്ളത്. ഈവനിങ് റുട്ടീൻ എന്ന് പറയാം, എല്ലാ ദിവസവും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. അതുപോലെ തന്നെയാണ് എൻ്റെത്. വന്നാലും ഇന്നത്തെ ഈവനിങ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരു 5 മണി അങ്ങനെ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നൈതിക്കുട്ടൻ്റെയും കുളിയൊക്കെ കഴിയേണ്ടതാണ്. പക്ഷെ അവൻ കുളിക്കാൻ വേണ്ടി കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുളിച്ച് വന്ന് അപ്പോഴേക്കും സായുജും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, സായുജിൻ്റെ മുഖത്ത് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിയാണ്. അത് ഈ അരിമ്പാറ എന്നൊക്കെ പറയുന്ന സാധനം, ഒരു കുഞ്ഞി സാധനം, അത് കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ മാർക്ക് പോകാൻ തന്നെ ഒരാഴ്ച എടുക്കുന്നുണ്ട്. അപ്പോൾ സായുജ് അതുകൊണ്ടാണ് മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ഓഫീസിൽ പോകുന്നത്. അപ്പോൾ സായുജ് വന്ന ആ ഒരു സമയത്ത് പിന്നെ അച്ഛനും മോനും ആ വന്നു കഴിഞ്ഞൊരു 15 മിനിറ്റ്സ് അവർ രണ്ടുപേരും നല്ല കളിയായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ അവനെ കുളിക്കാനൊന്നും വിളിച്ചില്ല. ഞാൻ നേരെ പോയി ചായ വെക്കാനുള്ള പരിപാടിയായി. കാരണം അവനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, എൻ്റെ സമയം വേസ്റ്റ് ആക്കുക എന്നല്ലാണ്ട് അവൻ വരാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ചായ വെക്കാൻ പോയി. അപ്പോൾ ചായ കുടിക്കുക എന്ന് പറയുന്നത് എൻ്റെ രാവിലെയും വൈകുന്നേരമുള്ളൊരു ശീലം. ഈവനിങ് റുട്ടീനിൽ മാത്രമല്ല മോർണിംഗ് റുട്ടീനിലും കാണിക്കാൻ പോകുന്ന ഒരു സാധനം തന്നെയാണ് ഈ ചായ കുടി എന്നുള്ളത്. അപ്പോൾ ചിലർ പറയും ഇത് നല്ല ശീലമൊന്നും അല്ല, പക്ഷേ ഞാനിത് നിർത്താൻ നോക്കിയിട്ട് വളരെ അൺസക്സസ്ഫുള്ളായ ഒരു കാര്യം കൂടിയാണിത്. അപ്പോൾ ചില സമയത്ത് സായുജ് കുടിക്കും, ചില സമയത്ത് ചായ വേണമെന്ന് ചോദിച്ചാൽ വേണം എന്ന് പറയും, ചില സമയം ചോദിച്ചാൽ വേണ്ടാന്ന് പറയും. പക്ഷേ എനിക്ക് എങ്ങനെയായാലും രാവിലെയും വൈകുന്നേരം ചായ വേണം. പ്രത്യേകിച്ച് വൈകുന്നേരം ചായ കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു കള്ള തലവേദനയൊക്കെ ഇളകും. അതുകൊണ്ട് കൃത്യമായി ഞാൻ വൈകുന്നേരത്ത് ചായയും കുടിക്കാറുണ്ട്. അപ്പോൾ ആകാശമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ചായ കാച്ചുമ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് പോയതാണ്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ അടുക്കളയിലേക്ക് ഈ ഒരു ലൈറ്റ്, ഇപ്പോൾ വരുന്ന സൺലൈറ്റ് ഉണ്ടല്ലോ, അത് മാത്രമല്ല നല്ല രീതിക്ക് സൺലൈറ്റ് വരുമായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ ഒരു സ്ഥലത്തേക്ക് പുതിയൊരു ബിൽഡിംഗ് വരുന്നത് കൊണ്ട് ഫുൾ സൺലൈറ്റ് അങ്ങ് കവറായി. ശരിക്കും ഞങ്ങൾ ഈ ഫ്ലാറ്റ് വാങ്ങുന്ന സമയത്ത് നമ്മൾ ആ ഒരു വ്യൂ കണ്ടിട്ടാണ് ഈ ഒരു ബാൽക്കണി ഫേസ് ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലാറ്റ് തന്നെ എടുത്തത്. കാരണം അത്രയും നല്ല വ്യൂ ആയിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ കയറി കൂടുമ്പോഴത്തേക്കും ആ ഫ്ലാറ്റ് അങ്ങ് പൊന്തി അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള സൺലൈറ്റ് മൊത്തത്തിൽ അങ്ങ് പോയി എന്ന് പറയാം. ശരിക്കും നല്ല ചൂട് തുടങ്ങി ആ ഒരു സമയത്ത് മാത്രമാണ് ഇത്രയെങ്കിലും ലൈറ്റ് കിച്ചണിലേക്ക് വരുന്നത്. അപ്പോൾ പണ്ട് ആ ലൈറ്റ് വരുന്ന സമയത്ത് ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ വിചാരിക്കുമായിരുന്നു, നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഈ ഒരു സൺലൈറ്റിൽ വെച്ചിട്ട് നമുക്ക് വീഡിയോസ് എടുത്ത് അടിപൊളിയായിരിക്കും എന്നൊക്കെ. പക്ഷേ ഈ ഒരു വെളിച്ചം ഇപ്പോൾ വരണമെങ്കിൽ ഞാൻ നല്ല ചൂടുള്ള സമയത്ത് മാത്രമേ വരുന്ന, നല്ല വെയിൽ വരുന്ന സമയത്ത് അതിൻ്റെ ചെറിയൊരു പോർഷൻ അടുക്കളയിൽ അടിക്കും, അത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ എൻ്റെ ചായയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കും സായുജിനും ചായ എടുത്തു. നൈതിക്കുട്ടൻ ചായ ഒന്നും കുടിക്കില്ല കേട്ടോ. പക്ഷെ അവൻ എന്തെങ്കിലും സ്നാക്സ് അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കണം. അത് കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയൊരു ശീലമാണ്. എന്തെങ്കിലും മിക്സ്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിപ്സോ അങ്ങനെ കുറച്ച്, ഒരുപാടൊന്നും കഴിക്കില്ല, കുറച്ച് മാത്രം. പക്ഷെ അത് അവനെ ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട് കഴിക്കാനുള്ള ആ ഒരു ഇതിന് വേണ്ടി, നമ്മളെ കൂട്ടത്തിൽ ഒരാളായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. എനിക്ക് എന്തെങ്കിലും ഒരു ഇത് വേണം, എന്തെങ്കിലും തിന്നാനുണ്ടോ ചോദിക്കും നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ രണ്ടുപേരും ചായ കുടിക്കുന്ന സമയത്തിന് അവനും കൂടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു പാത്രത്തിനകത്ത് കുറച്ച് ചിപ്സൊക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ചായ കുടിച്ചു. കാരണം സായുജിന് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അടുത്ത മീറ്റിങ്ങിലേക്ക് കയറാൻ പോകണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ പിന്നെ ഞാൻ ചായ വെച്ച പാത്രവും കാര്യങ്ങളൊക്കെ കഴുകുകയാണ്. നൈതിക്കുട്ടൻ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നൈതിക്കുട്ടനെ കുളിപ്പിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഈ പാത്രങ്ങളൊക്കെ കഴുകി. പിന്നെ തലേ ദിവസം തന്നെ ഞാൻ ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ചപ്പാത്തിയും കടലക്കറിയാണ്. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ ഫ്രിഡ്ജിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് പുറത്തേക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് കുഴച്ച് വെക്കുക. അതുപോലെ തന്നെ കുളിച്ച് വരുമ്പോൾ നൈതിക്കുട്ടനെ 2 മുട്ട കൊടുക്കാം എന്നുള്ള ഇതിലും കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 2 മുട്ട പുഴുങ്ങിയ, ചില ദിവസം പുഴുങ്ങിയിട്ട് കൊടുക്കും, ചില ദിവസം എന്താ പറയുക നമ്മൾ ഇത് സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടല്ലോ അങ്ങനെ ചെയ്തിട്ടും കൊടുക്കും. ഇന്നാൾ ആരും എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി നൈതിക്കുട്ടന് കൊടുക്കുന്ന റുട്ടീൻ, അതായത് ഫുഡിൻ്റെ റുട്ടീൻ്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണ്, അവൻ അങ്ങനെ ഒരു റുട്ടീനും കാര്യങ്ങളൊന്നുമില്ല. അവന് തോന്നിയ പോലെ എന്ന് വെച്ചാൽ ഫുഡ് നമ്മൾ എന്താ രാവിലെ നമ്മളെല്ലാവരും കഴിക്കുന്ന പോലെ കഴിക്കും. പിന്നെ ഒരു 11 മണിയാകുമ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്ക് കൊടുക്കും. പിന്നെ ഉച്ചക്ക് അത് ഇന്നേ സാധനം അങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ടൊന്നുമില്ല. എന്താണ് വീട്ടിലുള്ളത് അതങ്ങ് കൊടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ കറക്റ്റായിട്ടുള്ളൊരു റുട്ടീനും കാര്യം ചില ദിവസം അത് കഴിക്കുകയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ റുട്ടീൻ കാണിക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. നമുക്ക് നോക്കാം, സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ ഇനി ചിലപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചിലപ്പോൾ ലൈഫ് പോകുമ്പോൾ അങ്ങനെ ഒരു റുട്ടീൻ കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് നമ്മൾ കാർപ്പറ്റൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണങ്ങി നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ബാൽക്കണിയിൽ തന്നെ ഇട്ടെല്ലാം നന്നായി ഉണക്കി ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനം നൈതിക്കുട്ടനെ വിളിച്ച് അവൻ വരൂലാന്ന് ആയപ്പോൾ, സമയം ഇങ്ങനെ ലേറ്റ് ആവുകയും കൂടെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഭീഷണി അല്ലാണ്ട് വേറൊരു രക്ഷയില്ല എന്നുള്ളത്. അപ്പോഴേക്കും സോഫയിൽ നിന്ന് ചിപ്സൊക്കെ കഴിച്ച് കുറച്ചൊക്കെ താഴെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നടന്ന് വരുന്ന വഴിക്കാണ് എനിക്ക് മനസ്സിലായത് ഈ ടൂൾസിൻ്റെ ബോക്സിൻ്റെ അകത്തുനിന്ന് കുറച്ച് നട്ട്സും ബോൾസൊക്കെ ഇട്ട് താഴെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നടന്ന് പോകുമ്പോൾ എൻ്റെ കാലിലേക്ക് അത് കയറി. അപ്പോൾ അതൊക്കെ ഞാൻ പെറുക്കി വെക്കുകയാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന മന്ത്രം ചൊല്ലുന്നൊന്നല്ല കേട്ടോ, അവനെ ഞാൻ വിളിക്കാം, നൈതിക്കുട്ട നീ ഇപ്പോൾ കുളിക്കാൻ വരണം, എൻ്റെ അവസാന തടവാണ്. അതായത് ഞാൻ 5 എണ്ണുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് എത്തിയില്ലെങ്കിൽ നീ എൻ്റെ തനിക്കുണം കാണുന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ ഇരുന്ന് എണ്ണുന്നത്. അപ്പോൾ കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. കുളിക്കാൻ
കുളിക്കാനും പല്ല് തേക്കാനും ഇതുപോലെ മടിയുള്ള ഒരാൾ ഈ ലോകത്ത് വേറെ ഉണ്ടോ എന്നറിയില്ല. നിങ്ങളെ മക്കളും ഇങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഒരുവിധം കുളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, അങ്ങ് കുളിച്ചോളും, ഭയങ്കര എൻജോയ് ചെയ്ത് കുളിക്കും. എൻജോയ് ചെയ്ത് കുളിക്കുന്നതൊക്കെ കണ്ടാൽ വിചാരിക്കും കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, കുളിക്കാനും പല്ല് തേക്കാനും ഭയങ്കര മടിയാണ്. പല്ല് തേക്കാൻ ഭയങ്കര മടിയാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ഈ പല്ല് തേക്കാൻ വിളിക്കുന്നതുകൊണ്ട് അപ്പം തന്നെ എൻ്റെ അടുത്ത് പറയും, അമ്മ എനിക്ക് വിശക്കുന്ന, വല്ലാണ്ട് വിശക്കുന്ന, എനിക്ക് ക്ഷീണം വരുന്നത്, എനിക്ക് എന്തെങ്കിലും തിന്നാൻ വേണം എന്ന് പറയും. അതായത് അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ സങ്കടം തോന്നിയിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് തിന്നാൻ കൊടുക്കുമല്ലോ. അതായത് കുഞ്ഞിന് വിശക്കുന്ന, കുഞ്ഞിൻ്റെ വയറിലൊന്നുമില്ല എന്നുള്ള ആ ഒരു ഇതാവുമ്പോൾ നമ്മളങ്ങ് കൊടുക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ആ ഒരു ട്രിക്കൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പം അതൊന്നും നടക്കാറില്ല. ആദ്യമൊക്കെ ഞാൻ വീഴുമായിരുന്നു. ഇപ്പം ഇവൻ്റെ ട്രിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അതിലൊന്നും വീഴാറില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ കുളിപ്പിച്ച് കൊണ്ടുവന്ന് റെഡിയാക്കി ക്രീമും പൗഡറൊക്കെ ഇട്ട് സുന്ദരക്കുട്ടപ്പനാക്കിയായിരുന്നു അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നമുക്ക് വിളക്ക് വെക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കൃഷ്ണൻ്റെ ഐഡിയയിൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം, ഞാനിത് വാങ്ങിയിട്ടുള്ളത് പൊതുവാൾ സൺസിൽ നിന്നാണ്. അവർക്ക് കണ്ണൂരും തലശ്ശേരിയും ബ്രാഞ്ചിൻ്റെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ 2 സ്ഥലത്താണ് കണ്ടിട്ടുള്ളത്. ഞങ്ങൾ പോയത് കണ്ണൂർ പൊതുവാൾ സൺസിൽ നിന്നാണ്. അപ്പോൾ ഇതിന് കുറേ ആൾക്കാർ ഇഷ്ടപ്പെട്ടു, എവിടെയാ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഒരു കമൻറ്റിന് പോലും റിപ്ലൈ കൊടുക്കാണ്ടില്ല. എല്ലാ കമൻറ്റ്സിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഇപ്പം ഈ ഒരു സാധനം നമ്മൾ ഈ കൃഷ്ണൻ്റെ ഐഡിയയിൽ വാങ്ങുന്ന സമയത്ത് അവർക്ക് കണ്ണൂരായിരുന്നു ബ്രാഞ്ചിൽ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമാണെങ്കിൽ ഞങ്ങൾ അവിടെ പോയി ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ അവർ പുതുതായിട്ട് തലശ്ശേരിയിൽ, നമ്മുടെ വീടിൻ്റെ അടുത്താണ് തലശ്ശേരി, അപ്പോൾ അവിടെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ഒരു വീഡിയോയും കൂടെ ഞാൻ എടുത്തിട്ട് പുതിയതായി വീട് എടുക്കുന്നവർക്കൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിളക്ക് കത്തിക്കുന്ന സമയമായി. വിളക്കൊക്കെ കത്തിച്ച് നല്ലോണം പ്രാർത്ഥിച്ച് അതിന് ശേഷമാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തി മാവ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടൊന്ന് കുഴച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൈവച്ച് ജസ്റ്റ് വീണ്ടും ഒന്നിങ്ങനെ കുഴച്ച് കൊടുക്കുകയാണ്. കാരണം തലേ ദിവസം ചെയ്ത് വെച്ചതുകൊണ്ട് ക്ലിങ് റാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ച് ഹാർഡായി പോയത്. ക്ലിങ് റാപ്പിൽ നമ്മൾ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അതുപോലെ തന്നെ ആ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ക്ലിങ് റാപ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അതൊന്ന് ഇങ്ങനെ കൈകൊണ്ട് അമർത്തി പുറത്തേക്ക് തന്നെ വെച്ചു. ആ സമയം കൊണ്ട് നൈതികുട്ടൻ്റെ മുട്ടയൊക്കെ ബോയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 മുട്ട അവന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സാഹിജ് പറഞ്ഞു ഒരു മുട്ട എനിക്ക് വേണമെന്നുണ്ട്. അങ്ങനെ ഒരു മുട്ട സാഹിജിനും ഒരു മുട്ട നൈതികുട്ടനും കൊടുത്തു. ചിലർ ചോദിക്കും 2 മുട്ടയൊക്കെ കൊടുക്കാവുന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നൈതികുട്ടൻ ഇതുവരെ അവന് പ്രശ്നമൊന്നുമില്ല. 2 മുട്ട കഴിച്ചാലും അവൻ ഭയങ്കര ആക്റ്റീവായിട്ട് ഓടി ഓടി കളിക്കും. എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് ഭക്ഷണം എത്ര കൊടുത്താലും കുഴപ്പമില്ല, നന്നായിട്ട് കളിപ്പിക്കണം കുട്ടികളെന്ന് പറയാം. അപ്പോൾ നൈതികുട്ടൻ അത്യാവശ്യം ഓടി ചാടി മറിഞ്ഞും ഒക്കെ കളിക്കും. അതുകൊണ്ട് ഇപ്പോൾ 2 മുട്ട കൊടുത്തു കഴിഞ്ഞാൽ അവന് വലിയ സീനൊന്നുമില്ല. പിന്നെ ഇതുവരെ മോഷൻ അങ്ങനെ പ്രശ്നവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സാധാരണ നമുക്ക് ഈ മുട്ടയും അങ്ങനെയുള്ള ചിക്കനൊക്കെ ഒരുപാട് കഴിക്കുമ്പോൾ നമുക്ക് മോഷനൊക്കെ പ്രശ്നം വരിക. അപ്പോൾ ഇവൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ചെറുതിലൊക്കെ ഒരു മുട്ടയായിരുന്നു. ഇപ്പം ഒരു 2.25 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് 2 മുട്ട കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവൻ അവിടെ ഇരുന്നത് കഴിക്കുന്നുണ്ടായിരുന്നു. ഈ മുട്ട, പൂരി, ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവൻ ഒറ്റയ്ക്ക് തന്നെ കഴിച്ചോളൂ. ഞാൻ അങ്ങനെ വാരി കൊടുക്കണമെന്നില്ല. പക്ഷേ ഈ ചോറൊക്കെ ആണെങ്കിൽ ഞാൻ വാരി കൊടുക്കണം. പിന്നെ ചോറ് അവൻ ചില സമയത്ത് ഒറ്റയ്ക്ക് കഴിക്കും. പക്ഷേ എനിക്കത് കഴിക്കുന്ന കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അന്നും വയറ്റിലോട്ട് പോലും ഒരു കുഞ്ഞി കയ്യിൽ ഒരു ഇത്തിരി ഉരുള മാത്രം പിടിച്ച് എന്ത് വയറ്റിലാവാനാണ് എന്ന് വിചാരിക്കും. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഓടിച്ചാടി കളിക്കുമ്പോൾ ഒരു എനർജിക്ക് കുറച്ച് ഭക്ഷണമൊക്കെ ഉള്ളിൽ ചെല്ലണമല്ലോ. അതുകൊണ്ട് ഞാൻ വാരി കൊടുക്കും. ചില ദിവസം മാത്രം അവൻ കഴിക്കുന്നു പറയും. അപ്പോൾ ഞാൻ ഓക്കെ പറയും. കാരണം ഇനിയിപ്പം ഒറ്റക്കൊക്കെ കഴിച്ച് തുടങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ഞാൻ ആ നഗ്നസത്യം മനസ്സിലാക്കിയത്, എൻ്റെ ചപ്പാത്തി കോല് പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ വിഷുവിൻ്റെ സമയത്ത് ഞാൻ പ്രഥമം വെക്കാൻ വേണ്ടിയിട്ട് ശർക്കര പൊട്ടിക്കുക, അതായത് നമ്മളെ വെല്ലം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എന്ത് കളിച്ചിട്ടും പൊട്ടുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ എൻ്റെ അവസാനത്തെ ഐഡിയ ആയിട്ട് ഈ ഒരു ചപ്പാത്തി കോലെടുത്ത് പൊട്ടിക്കാമെന്ന് വിചാരിച്ച് മുട്ടിയപ്പോഴാണ് മനസ്സിലായത് ശർക്കര പൊട്ടിയില്ല, പക്ഷേ എങ്കിൽ ചപ്പാത്തി കോല് പൊട്ടി. അച്ഛനും സാധിച്ചൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. ഈ ആരെങ്കിലും ചപ്പാത്തി കോല് വെച്ച് പൊട്ടിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ആ ഒരു വിഷു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഇപ്പോഴാണ് ഇതൊന്നും. കാരണം ഞാൻ ആ കാര്യമേ മറന്നുപോയി, ഇങ്ങനെ ചപ്പാത്തി കോല് പൊട്ടിക്കിടക്കുകയാണെന്നുള്ളത്. പിന്നെ ഞാൻ ആ ചപ്പാത്തി കോല് വെച്ച് ഒന്ന് പരത്തി നോക്കിയപ്പോൾ സംഭവം സെറ്റായിരുന്നു, നമുക്ക് പരത്താൻ പറ്റുമായിരുന്നു. പക്ഷേ എന്നാലും ഒരു കറക്റ്റ് തിക്നെസ് ഒന്നും വരില്ല. എല്ലായിടത്തും ഒരേ എന്താ പറയുക തിക്നെസ് ഒന്നും കിട്ടൂലെങ്കിലും അത് വെച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ചപ്പാത്തി ചുട്ടിട്ട് വേണം നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടി. കാരണം നാളത്തേക്കുള്ള മീനും കാര്യങ്ങളൊക്കെ വാങ്ങണം. മീനൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് സാധിച്ച് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതാണ്. നൈതികുട്ടൻ മുട്ട തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് ചപ്പാത്തി ചുട്ടുണ്ട്. അപ്പോൾ സാധിച്ച് പറഞ്ഞു, നിൻ്റെ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞു ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, കുറച്ചും കൂടി സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു എന്നാൽ അവർ 2 പേരും താഴെ പോയി നടന്നിട്ട് വരാം, ആ സമയം കൊണ്ട് ചപ്പാത്തിയൊക്കെ ചുട്ട് തീർത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പേരും പുറത്തേക്ക് നടക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ചപ്പാത്തിയൊക്കെ ചുട്ട്. കാരണം നമുക്ക് അവിടെയുള്ള മീനിൻ്റെ ഷോപ്പ് കുറച്ച് ദൂരമുണ്ട്. ഞാൻ കഴിഞ്ഞ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്
പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എപ്പോഴും പോകുന്ന സാഗർ ഫിഷ് സ്റ്റാളിലാണ്. കാരണം അവിടെയാണ് നമുക്ക് ഏറ്റവും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടുന്നത് പോലെ ഫീൽ ചെയ്തത്. കാരണം നമുക്ക് ഇന്നേ വരെ അവിടെ നിന്ന് വാങ്ങിയിട്ട് ഒരു കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പ്രത്യേകിച്ച് നൈതികുട്ടന് കൊടുക്കണം. അവൻ മീനിൻ്റെ ഒരു ഫാനാണ്, അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മീൻ. എല്ലാ ടൈപ്പ് മീനും അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് കൂടുതലായിട്ട് മീൻ കഴിക്കുമ്പോൾ നല്ല മീൻ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് ദൂരെയാണെങ്കിൽ അവിടെ തന്നെ പോയിട്ടേ വാങ്ങാറുള്ളൂ. കാരണം ഇതിൻ്റെ അടുത്തുള്ള മീനൊക്കെ എല്ലാ ഷോപ്പിൽ നിന്നും ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ചില ദിവസം മീനൊക്കെ നമുക്ക് കറി വെക്കാനും ഒന്നിനും പറ്റാണ്ട് ഞാൻ എടുത്ത് കളഞ്ഞ ദിവസങ്ങൾ പോലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ സാഗർ ഫിഷ് സ്റ്റാളിൽ പോയിട്ട് തന്നെയാണ് വാങ്ങാറുള്ളത്. അത് കുറച്ച് ദൂരം ഞങ്ങൾ പഴയ വീട്ടിൻ്റെ അടുത്താണ്. അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു ഷോപ്പിൽ നിന്ന് മീൻ വാങ്ങി പരിചയത്. പിന്നെ അവർക്കും നമ്മളിപ്പോൾ നല്ല പരിചയമായതുകൊണ്ട് നമുക്ക് എന്തായാലും നല്ല മീൻ തന്നെ തരുള്ളൂ. അല്ലെങ്കിൽ അവർ ചീത്ത മീനൊന്നും കൊടുക്കില്ല കേട്ടോ, അവർ നല്ല മീൻ തന്നെ തരുള്ളൂ. അപ്പോൾ കുറച്ച് ദൂരെയാണെങ്കിൽ നമ്മൾ അവിടെ പോയി തന്നെയാണ് വാങ്ങുക. അപ്പോൾ ഈ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഷോപ്പ് 9:30 ആകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ 7:15 അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ചുട്ട് തുടങ്ങി ഞാൻ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ചപ്പാത്തി പരത്തുക ചുടുക ആ ഒരു പരിപാടി നടക്കില്ല. നമുക്ക് കുറച്ച് ഒരു 5-6 പരത്തി വെച്ചാൽ മാത്രമേ അത് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇത് പരത്തി വരുമ്പോഴത്തേക്കും അത് ഓൾറെഡി കുക്കായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഗ്യാസ് വെറുതെ കളയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു 5-6 ഓൾറെഡി പരത്തി വെച്ചതിന് ശേഷം ബാക്കി പരത്തുകയും ചുടുകയും ചെയ്യും. അപ്പോൾ ഒരു ചപ്പാത്തി ആകുന്ന സമയം കൊണ്ട് പിന്നെ എന്താ പറയുക, ഒരു ചപ്പാത്തി പരത്തുമ്പോഴത്തേക്ക് എനിക്ക് 2 ചപ്പാത്തി ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഐഡിയയിലാണ് ഞാൻ കാര്യങ്ങളൊക്കെ നീക്കി കൊണ്ടുപോകുക. അങ്ങനെ കാസറോളിൽ ഓരോന്നാകുന്നതിനനുസരിച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു രീതിയിലുള്ള ക്ലീനിങ്ങും ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ല. ഇനി കുറച്ച് വെജിറ്റബിൾസ്, അതായത് ഉള്ളി, തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തിക്ക് എന്താ കറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടലക്കറിയാണ്. രാവിലെ നമ്മൾ പുട്ടും കടലക്കറിയാണ് ആക്കിയത്. അപ്പോൾ ഞാനും നൈതികുട്ടനും മാത്രമേ ഉണ്ടായുള്ളൂ. സായിജ് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് സായിജ് പോകുന്ന ദിവസം, ഓഫീസിൽ പോകുന്ന ദിവസം ഞങ്ങൾക്ക് തട്ടിക്കൂട്ട് പരിപാടികളാണ്. നൈതികുട്ടന് മാത്രം നല്ല ഫുഡ് കൊടുക്കും. ഞാൻ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടി നടക്കും. കാരണം ആ സമയത്ത് കുറച്ച് റെസ്റ്റ് എടുക്കാനും അല്ലെങ്കിൽ നമുക്ക് ഈ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ആ ഒരു കടലക്കറി ഞാൻ വെച്ചപ്പോൾ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കടലക്കറി രാത്രിയത്തേക്കും കൂടി വേണമല്ലോ എന്നുള്ള ദീർഘവീക്ഷണം ഉള്ളത് കൊണ്ടാണ് ഞാനത് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിയുണ്ട്. അപ്പോൾ അത് 2 സെറ്റായി. അപ്പോൾ അവർ നടന്നു വരുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ പാത്രങ്ങളും കഴുകി എടുക്കുകയാണ്. പാത്രങ്ങൾ കഴുകിയിട്ട് ഞാൻ സാധാരണ പുറത്താണ് വെക്കാറുള്ളത്. ഇവിടെ നമ്മളെ ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് പൊട്ടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വെക്കാറുള്ളൂ. അത് മുന്നേ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു, ചേച്ചി എവിടെയാണ് പാത്രം കഴുകി വെക്കാറുള്ളത് എന്നുള്ളത്. അപ്പോൾ ഞാനത് ഇതാക്കാൻ വേണ്ടി ബാൽക്കണി തുറന്നപ്പോഴാണ് ബാൽക്കണിയിൽ നിറയെ എന്തോ പ്രാണികൾ വന്ന് കിടക്കുന്നത്. മഴ പെയ്തത് കൊണ്ടാണോ എന്നറിയില്ല, എന്തൊക്കെയോ പ്രാണികൾ വന്ന് കിടക്കുന്നത്. എനിക്കാണെങ്കിൽ പ്രാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണ പേടിയുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പം ഞാൻ പോയി നോക്കിയപ്പോൾ തന്നെ ഒരു പ്രാണി എൻ്റെ മേലേക്ക് കയറി വന്നു. പിന്നെ എപ്പോഴത്തെയും പോലെ എൻ്റെ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സായിജിനെ വിളിച്ചോണ്ട്. അപ്പോൾ സായിജ് പറഞ്ഞു ഇത് കുറേ പ്രാണിയുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കുക, നമുക്ക് തിരിച്ച് വന്നതിന് ശേഷം നമുക്കിതൊക്കെ പുറത്ത് കൊണ്ടാക്കാമെന്ന് വെച്ചാൽ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയ സാധനങ്ങളും ചപ്പാത്തിൻ്റെ ഷീറ്റും ഒക്കെ നമ്മൾ ഈ ഒരു അബ്സോർബൻ ഷീറ്റിൻ്റെ മുകളിലേക്ക് വെച്ച് പിന്നെ ഗ്യാസൊക്കെ ചെറുതായി ഒന്ന് തുടച്ച് അത്രയേ ഉള്ളൂ. കാരണം നമുക്ക് പോകാനുണ്ടല്ലോ. അപ്പോൾ കയറി വരുമ്പോൾ വീണ്ടും തിരിച്ച് വരുമ്പോൾ പൊടിയൊന്നും കാണാണ്ടിരിക്കാൻ വേണ്ടി ചപ്പാത്തിൻ്റെ പൊടിയൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെ നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നൈതികുട്ടനുണ്ട് നമ്മളെ കൂടെ. അവൻ കുളിയൊക്കെ കഴിഞ്ഞ് ഉറക്കൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ടായിരുന്നു. എന്നാലും ഇങ്ങനെ പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ കയ്യിലത്തെ താക്കോൽ എന്താണെന്നറിയോ, അവൻ്റെ അച്ഛനെ എവിടെ പോകുമ്പോഴും ഒന്നെങ്കിൽ കാറിൻ്റെ താക്കോൽ അല്ലെങ്കിൽ വീടിൻ്റെ താക്കോൽ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് കാണുമല്ലോ. അപ്പോൾ അവനും ഇതുപോലെ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒരു താക്കോൽ, അതിപ്പോൾ പഴയ നമ്മൾ മുന്നേ റെൻറ്റിന് നിന്ന വീടിൻ്റെ താക്കോലായാലും അവന് കുഴപ്പമില്ല, അങ്ങനെ ഒരു താക്കോൽ കയ്യിൽ പിടിച്ച് സായിജ് കീ കയ്യിലിട്ട് കറക്കുന്നത് പോലെ തന്നെ ഇവനും കയ്യിലിട്ട് കറക്കിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ എപ്പോഴും അവൻ്റെ കയ്യിൽ ഒരു താക്കോലുണ്ട്. ഒരു പഴയ താക്കോൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, കാരണം വീടിൻ്റെ താക്കോൽ അങ്ങ് കൊടുത്ത് കളഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ സാഗർ ഫിഷ് സ്റ്റാൾ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫിഷ് സ്റ്റാളാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ പോയപ്പോൾ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായി യൂട്യൂബ് ചാനൽ എന്തായി. അപ്പോൾ ഒരാൾ മറ്റേയാളോട് പറയുന്നുണ്ടായിരുന്നു ചേട്ടൻ്റെ യൂട്യൂബ് ചാനൽ കാണാറില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മീനൊക്കെ വാങ്ങി വേഗം തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. ഞങ്ങൾ വാങ്ങിയത് ഈ ഒരു സാധനം പുയ്യാപ്പിള എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക. നിങ്ങളുടെ നാട്ടിൽ അങ്ങോട്ടൊക്കെ കിളിമീൻ എന്നാണ് പറയാൻ തോന്നുന്നത്. കിളിമീൻ വാങ്ങി, കൊഞ്ചും വാങ്ങി, പിന്നെ എൻ്റെ നൈതികുട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മത്തി. അത് മത്തി കുറച്ചേ വാങ്ങിയുള്ളൂ, കാരണം ഞങ്ങൾക്ക് 2 പേർക്കും മാത്രമേ വേണ്ടുള്ളൂ. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നൈതികുട്ടൻ ഒരു ചെറിയൊരു ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഡയറി മിൽക്ക് വാങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റിലുള്ള ഒരാൾ ഡെയിലി ഇവർ മുട്ടായി കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ആ ചോക്ലേറ്റ് വാങ്ങാൻ പാടില്ല, കാരണം അവർ ഡെയിലി ഈ ചോക്ലേറ്റ് കൊടുക്കുന്നത് നമുക്ക് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഇനി അത് കൊടുക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ ഇവൻ ആ ഒരു ടെൻഡൻസി ഉണ്ട്, അവർ കൊണ്ടുതരും എന്നുള്ള ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പക്ഷെ അവർ കൊണ്ടു തന്നു കഴിഞ്ഞാലും അവരത് കഴിക്കാറില്ല, അവനെ കഴിക്കാൻ ഞാനത് സമ്മതിക്കാറില്ല. പുറത്തുനിന്ന് ആരും അങ്ങനെ തന്നു കഴിഞ്ഞാലും വാങ്ങാൻ പാടില്ല എന്നുള്ള ഒരു ഇത് അവൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എന്നാലും
ചെറിയ മോനല്ലേ, ചില സമയം അവൻ വാങ്ങും. അപ്പോൾ വാങ്ങിയാലും അവൻ ബൂബുവിനെ കൊടുക്കാറ്, അവൻ കഴിക്കാറില്ല. അപ്പോൾ ഇന്നും അതുപോലെ ചെയ്തപ്പോൾ ഞാൻ നൈതികുട്ടൻ്റെ അടുത്ത് പറഞ്ഞു, നൈതികുട്ടൻ ഇനി മുതൽ അങ്ങനെ വാങ്ങാൻ പാടില്ല, നൈതികുട്ടൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അമ്മ വാങ്ങി തരും എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അത് ഓർമ്മിച്ച് വെച്ചുകൊണ്ട് പുറത്ത് പോയപ്പോൾ എൻ്റെ അടുത്ത് പറയാം, അമ്മ പറഞ്ഞില്ലേ ആ ആൻറ്റീൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ചോക്ലേറ്റ് വാങ്ങി കഴിക്കാൻ പാടില്ല എന്നുള്ളത്, നിനക്കൊരു ഡയറി മിൽക്ക് വാങ്ങി തരുമെന്ന് ചോദിച്ചു. ഞാൻ പകച്ചു പോയി എന്ന് പറയാം. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് വാങ്ങി കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ ചെറിയൊരു ഡയറി മിൽക്കും അവന് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അത് ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ഫിഷൊക്കെ ഇങ്ങനെ ഓരോരോ പാത്രത്തിനകത്തോട്ടേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിനകത്തോട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സായുജ് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വിശക്കുന്നുണ്ട്, നമുക്ക് വേഗം കഴിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതൊക്കെ ഓരോരോ ബോക്സിലാക്കി സെപ്പറേറ്റ് ആയിട്ട് മീൻ വെക്കാൻ വേണ്ടി മാത്രം എനിക്ക് ഇതുപോലെയുള്ള ലോങ് ബോക്സസ് ഉണ്ട്, അതിനകത്ത് തന്നെ വെക്കുള്ളൂ. അപ്പോൾ അതും ഫ്രിഡ്ജിനകത്തോട്ടേക്ക് സ്റ്റോർ ചെയ്ത്, പിന്നെ വരുമ്പോൾ കുറച്ച് ഉള്ളി, തക്കാളി, പിന്നെ വെണ്ടക്ക അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും ഫ്രിഡ്ജിനകത്തേക്ക് എടുത്തു വെച്ചു. പിന്നെ ഞാൻ വന്നപ്പോഴേക്കും ഈ പ്രാണിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ധൈര്യപൂർവ്വം ഞാൻ ബാൽക്കണിയൊക്കെ തുറന്ന് പുറത്തേക്ക് പോയി നമ്മൾ ചപ്പാത്തിൻ്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ അവിടെ വിരിച്ചിട്ട്. അപ്പോൾ സായിച്ച് ചോദിക്കുക, എന്തുണ്ട് ധൈര്യശാലി, ഇപ്പോൾ നിനക്ക് ധൈര്യം വന്നോ, പ്രാണി പോയോ എന്നൊക്കെ ചോദിച്ച് എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതവിടെ വിരിച്ചിട്ടുകൊണ്ട് വന്ന് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ചപ്പാത്തിയും കടലക്കറിയുമായിരുന്നു, സിമ്പിളായിട്ടുള്ള ഡിന്നറായിരുന്നു. അപ്പോൾ നൈതികുട്ടനും വന്നു. ഞാൻ ആ സമയം കൊണ്ട് ബാക്കിയുള്ള പിറ്റേന്നത്തേക്ക് വേണ്ടുന്ന കുറച്ച് തേങ്ങ ചിരകലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അത് ചെയ്യുമ്പോഴേക്കും സായുജി ചപ്പാത്തിയും കടലക്കറിയൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. നൈതികുട്ടനും വന്നിട്ടുണ്ടായിരുന്നു. ഈ ചപ്പാത്തിയൊക്കെ ആകുമ്പോൾ അവൻ കഴിച്ചോളൂ, ചപ്പാത്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, സായുജിനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വിളമ്പി കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈവനിങ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന എന്തായാലും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം ഒരുപാട് വീഡിയോസ്, അടിപൊളിയായിട്ടുള്ള വീഡിയോസ് നമ്മളെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും വേറൊരു നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാച്ചാ, ബൈ ബൈ.